മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാമത് ചരമവാർഷികം രാജാക്കാട്ടിൽ ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ ശില്പിയുമായ രാജീവ് ഗാന്ധിയുടെ 35ാമത് ചരമവാർഷികം രാജാക്കാട്ടിൽ വിപുലമായ ചടങ്ങുകളോടെ ആചരിച്ചു. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണ്ഡലം ഓഫീസിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ജനനായകന്റെ ഓർമ്മ പുതുക്കാൻ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. രാജാക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിനു മുൻപിൽ തിരിതെളിച്ചുകൊണ്ടാണ് അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കളും പ്രവർത്തകരും ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രിയ നേതാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചു. ഇന്ത്യയെ IT ടെലികോം യുഗത്തിലേക്ക് നയിച്ച രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണവും രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളും നേതാക്കൾ അനുസ്മരണ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ഇന്ത്യയെ ബഹുദൂരം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് 1991 മെയ് മാസം 21-ാം തീയതി 10 ആയപ്പോൾ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് സ്റ്റേജിൽ വെച്ചുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. 21-ാം നൂറ്റാണ്ടിന്റെ പുതിയ യുഗത്തോട്ട് നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി, KP ഗോപിദാസ്, കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി പാലക്കാട്ട്, മിനി ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം രാജ്യവ്യാപകമായി ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഭീകരവാദത്തിനും അക്രമത്തിനുമെതിരെ ഒന്നിച്ച് അണിനിരക്കുമെന്ന പ്രതിജ്ഞയും ചടങ്ങിന്റെ ഭാഗമായി പ്രവർത്തകർ എടുത്തു. രാജ്യത്തിന്റെ പുരോഗതിക്കായി യുവതലമുറയെ പ്രാപ്തരാക്കിയ നേതാവിന്റെ പാത പിന്തുടർന്ന് പാർട്ടി സംവിധാനങ്ങളെ കൂടുതൽ ശക്തമാക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി പ്രസ്താവിച്ചു. കോൺഗ്രസ് വാർഡ് തല ഭാരവാഹികളും പോഷക സംഘടനാ നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്.